താങ്കൾക്ക് അനുഭവപ്പെട്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഓഫീസുകളിലും അത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലൊക്കെ തന്നെ പണ്ട് ഈ നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് ഈ കൈക്കൂലി ചോദിക്കാനൊക്കെ ആൾക്കാർക്ക് വൈമുഖ്യമുണ്ട്. കിട്ടിയാൽ നല്ലതാണ്, പക്ഷേ എന്നാലും എങ്ങനെ ഒരു ചോദിക്കും എന്നൊരു സംഭവമാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലൊക്കെ തന്നെ ഇപ്പോൾ ഡൽഹി പോലുള്ള പട്ടണങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ എമൗണ്ട് അങ്ങ് പറയുക, കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നുള്ള ഇല്ല. അതെ, ഡെമോക്രസി നമ്മൾ അഭിപ്രായമുണ്ട്. ഡൽഹിയിൽ ഇപ്പോൾ അങ്ങനെയില്ല. മാസത്തിൽ ഒരിക്കലെങ്കിലും പലപ്പോഴും ഞാനൊരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് അടിച്ചതല്ല, ഞാൻ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. ഞാൻ ഇപ്പോഴും സഫർ അത് ഏതെങ്കിലും ഒരു പാർട്ടി അവിടെ ഭരിക്കുന്നു ണ്ടല്ലോ, അതാ ഉദ്യോഗസ്ഥന്മാരെ ആശ്രയിച്ചിരിക്കുക. അല്ലാതെ അതുകൊണ്ട് ഇപ്പൊ പത്മജ അങ്ങനെ BJP ഡൽഹി ഭരിക്കുന്നുണ്ട് അവിടെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പത്മജയുടെ അറിവിലേക്കായിട്ട് ഞാൻ പറയാം. പത്മജയ്ക്ക് അറിയാം, ഞാനൊരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഒരാളാണ്, അത് മുഴുവൻ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഇതെന്താ സർക്കാർ ഓഫീസിൽ നടക്കുന്നതെന്നുള്ളത് വളരെ നേരിട്ടും അല്ലാതെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പത്മജ എന്റെ അനുഭവം വെച്ച് ഡൽഹി കോടതിയിൽ ഇപ്പോൾ ഒരു കേസ് നടക്കുന്നുണ്ട്. ഞാൻ അതിൽ കൂടുതൽ പറയുന്നില്ല. ഡൽഹി ഐ എം ടോക്കിംഗ് അബൌട്ട് ദ സെൻട്രൽ മിനിസ്ട്രി. അവിടെ പോവുകയാണെങ്കിൽ ഓഫീസുകളിൽ ഞാൻ പറഞ്ഞത്, ഓഫീസുകളിൽ 2 ദിവസം നിങ്ങൾ അവിടെ ഒന്ന് കറങ്ങി നോക്കൂ. ആ മാഡം പറഞ്ഞതിൽ തെറ്റുണ്ട്. ആ മാഡം പറഞ്ഞ തെറ്റുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ആദ്യകാലങ്ങളിൽ 5 രൂപ വരെ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തി തരുന്നവരുണ്ടായിരുന്നു. ഒരു പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു മുറുക്കാൻ വാങ്ങിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഞങ്ങൾക്കറിയാം, ഞങ്ങള് ഡൽഹിയിലുണ്ടായിരുന്നു, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ ജോലി ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ എവിടെ ചെന്നാലും ഏത് പോലീസ് സ്റ്റേഷൻ ചെന്നാലും അല്ലെങ്കിൽ ഒരു കടകളിൽ ഒരു ആവശ്യം ചെന്നാൽ അവർ 5 രൂപ തൊട്ട് 10 രൂപ തൊട്ട് അന്നത്തെ കാലത്ത് വാങ്ങിക്കുമായിരുന്നു. ഞാൻ ജേർണലിസ്റ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് മികച്ച വനിതാ ജേർണലിസ്റ്റ് അവാർഡ് കിട്ടിയല്ലോ. ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു ഡെത്തിന്റെ കാര്യം ചോദിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ജോർജ് കുട്ടി കിട്ടുന്ന അനുസരിച്ചിരിക്കും ഞാൻ പറയുന്നതെന്ന്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു, എന്താണ് ഈ ജോർജ് കുട്ടി? അപ്പോൾ നമ്മുടെ പണ്ട് പവന്റെ പുറകില് ജോർജ് അഞ്ചാമൻ്റെ ഒരു തലയുണ്ട്. അപ്പോൾ ഒരു ഓഫീസർ എന്നോട് പറയാണ്, മാതൃഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഒരു വനിതാ ജേർണലിസ്റ്റ് ആയിരുന്നു, ഞാനൊരു 40 കൊല്ലം മുമ്പത്തെ കാര്യം പറയുന്നത്, ജോർജ് കുട്ടി തരുന്നതനുസരിച്ചിരിക്കും മഹസറിൽ FIR കാര്യങ്ങൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ എന്നെ പറയാൻ സമ്മതിക്കണം. നിങ്ങൾ പറഞ്ഞല്ലോ ഈ വനിതാ ജനപ്രതിനിധികൾ പറയുമ്പോൾ ആൾക്കാരൊരു വിചാരമുണ്ട്, ദേ ക്യാൻ ഡു എനിത്തിങ് ആൻഡ് ഗെറ്റ് അവേ വിത്ത് ഇറ്റ്. ഞങ്ങൾക്ക് പേടിയാവുന്ന എൻ്റെ ഡിവിഷനിൽ നമ്മളുടെ ചൂരന്മല പ്രശ്നത്തിൽ DYFIക്കാർ ഒരു വലിയ തട്ടുകട നടത്തി വിത്തൗട്ട് എനി സാങ്ഷൻ ഫ്രം ദ കോർപ്പറേഷൻ. ഞാൻ കാലിത് ഇതുപോലെ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ വെച്ച് നടക്കൂല മോനെ ഇതെന്ന് പറഞ്ഞു. അവരൊന്ന് കേരളം ഭരിക്കുന്നത് CPM ആണ്, LDF ആണെങ്കിൽ ഇതിവിടെ നടത്തിയിരിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ഈ മാഡം നേരത്തെ പറഞ്ഞ പോലെ പറയാ, ഒരു പറാട്ടയും 2 ബീഫും അവളുടെ വായിലേക്ക് കുത്തി വെച്ചാൽ തിരുന്ന ഉള്ളൂ ആ ചാണകം സംഖ്യിക്കുന്നത്. അമ്മയുടെ അല്ലെങ്കിൽ അമ്മുമ്മയുടെ പ്രായമുള്ള എന്നോട് പറയുകയാണ്, ആ ഉള്ളൂ ഈ ചാണക സംഖ്യിക്കുന്ന. ഇങ്ങനെ എന്ത് തോന്നിയവാസം പബ്ലിക് സ്ഥലത്ത് നിർത്തി പറയാനായിട്ട്. ആ ചുരൽമലയുടെ കണക്കെവിടെ, എത്ര ഇവർ ബക്കറ്റിൽ പിരിച്ചു എന്നുള്ളതിന്റെ കണക്കെവിടെ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.